എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 21 ട്യൂസ്ഡേ ആയിരുന്നു. സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ സെൻസെക്സിലേക്ക് നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, കാരണം സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻസെക്സിലേക്ക് തന്നെയാണ് ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ, കുറച്ച് ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ രാവിലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഫസ്റ്റ് സെൻസെക്സിന്റെ ഇൻഡെക്സിന്റെ ചാർട്ടാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഷെയർ ചെയ്ത ലെവൽസ് ഈ ഒരു ലെവൽ. ഓക്കെ, ഞാൻ ഏകദേശം ഷെയർ ചെയ്തത് ഒരു 9.16 9.17 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ നമുക്ക് പൊട്ടിനുള്ള എൻട്രി നോക്കാം. പിന്നെ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഇന്നത്തെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് അപ് സൈഡിലേക്ക് വലിയൊരു മൂവില്ല, പുട്ട് സൈഡിലേക്കുള്ള എൻട്രി യൂസ് ചെയ്യാന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സിമം പുട്ട് സൈഡിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലെവലിൽ നമ്മൾ ഫസ്റ്റ് ഒരു പുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മളെ ഹെവി സപ്പോർട്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു കോളിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ നമ്മളെ ലെവൽ ബ്രേക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് എന്താണ് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റിൽ എന്ത് ചെയ്തു, അതിനുശേഷം ആ ലെവലിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു. അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് ലെവൽസ് ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് രാവിലെ ഏകദേശം 9, 15, 9, 16 തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ലെവൽസ് ആണ്. ഓക്കെ, ആ ലെവൽസ് വെച്ചിട്ടായിരുന്നു നമ്മളെ മോസ്റ്റ്ലി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇത് 75,500 പുട്ടാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാനൊരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം മാർക്കറ്റ് ഈ ഒരു സോണിലെത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഈ ലെവലിന്റെ താഴെ പോയിട്ട് ഈ ലെവലിന്റെ മേലെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇത് രണ്ട് ലെവൽ ഹെവി ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിന്റെ താഴെ ഓൾറെഡി ഇവിടെ പോയി മാർക്കറ്റ്. കാരണം നമ്മളെ ഹൈയിലേക്കുള്ള സമയത്ത് നല്ല ഫസ്റ്റ് ഗ്യാപ്പ് സെക്കൻഡ് ഗ്യാപ്പാണ് നമ്മളത് കൺസിഡർ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഇതിന്റെ താഴെ പോയി. സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി കവറിങ്ങിന്റെ ലെവലിന് മേലെ പോയി. അതിനുശേഷം എന്ത് ചെയ്തു, സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക്, അതിനുശേഷം ഫസ്റ്റ് ഗ്യാപ്പ് മേലോട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് നമ്മളെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പലരും നിങ്ങൾ ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും 120, 137, 128 റേഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ കറക്റ്റ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തത്, നെക്സ്റ്റ് നല്ലൊരു ഹെവി മൂവ്. ഓക്കെ, ഏകദേശം ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 400 പോയിന്റിന് മൂവ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 160, 170 എന്നുള്ള റേഞ്ച് ഹെവി സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 3 o'clock ടൈമിൽ. ഓക്കെ, 3 o'clock ഓക്കെ ആ ടൈമിനകത്ത് എന്താണ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായത്. മാർക്കറ്റ് ആ ലെവലിൽ എന്ത് ചെയ്യുന്നു, നല്ലപോലെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായി അല്ലെ. ഏകദേശം അതിന്റെ ലോ എന്നുള്ള എവിടെയാണ് 170. ഓക്കെ, ഓൾമോസ്റ്റ് 170, 171 സപ്പോർട്ട് എടുത്തിട്ട് ഏകദേശം 360, 347, 350 വരെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 206 to 214 റേഞ്ചിൽ നിങ്ങൾക്ക് അത് മേടിച്ച് ഹോൾഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇവൻ മേടിച്ച് കഴിഞ്ഞാൽ പോലും ഏകദേശം അവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 130, 140 പോയിന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് ആ ലെവലിൽ മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ മാർക്കറ്റ് ഇതിന്റെ ലെവലിന്റെ താഴെ പോകാത്തതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ആക്റ്റീവ് ആയത്. അതിനുശേഷം പിന്നെ ഒറ്റ ക്യാൻഡിൽ പോലും, ഇത് 1 minute ക്യാൻഡിലാണ്, മാർക്കറ്റ് അതിന്റെ താഴെ പോകാത്തതുകൊണ്ട് അത് നമുക്ക് ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ 75,600 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡ്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ സെൻസെക്സിന്റെ ഇപ്പം ഞാൻ കാണിച്ചതില്ല, സെൻസെക്സിന്റെ ഇൻഡെക്സ് സപ്പോർട്ട് എടുത്ത റേഞ്ചാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 230 റേഞ്ചിലാണ് അതിന്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് സെൻസെക്സിന്റെ ചാർട്ട് പ്രകാരം. ഓക്കെ, കാരണം ആ ചാർട്ടിൽ എന്ത് ചെയ്തു, സെൻസെക്സിന്റെ ചാർട്ട് ബ്രേക്ക് ചെയ്തു. അതിന്റെ റീടെസ്റ്റ് വന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത്. ഏകദേശം ഞാൻ ടെലിഗ്രാമിൽ ഇട്ട സമയത്ത് 280 സംതിങ് എന്തോ വരെ ഞാൻ പറഞ്ഞത് 590 വരെ വരുന്നു പറഞ്ഞായിരുന്നു. 591. ഓക്കെ, അത് മുതൽ 660 വരെ എന്താണ്, അത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 1 minute ക്യാൻഡിലാണ് ഹെവി ആയിട്ടുള്ള റിജക്ഷൻ വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ടാർഗറ്റ് 591 ലെവലാണ്. ഓക്കെ, 591 ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 337 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ലെവലും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തിരിക്കുന്ന എല്ലാ ലെവൽസും, പിന്നെ വേറൊരു ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് 1 second 75,500 ഓക്കെ ലെവൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഞാനൊരു സ്ട്രൈക്കിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിന്റെ താഴെ നമുക്ക് പുട്ടെടുത്ത് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രീമിയം ഓൾമോസ്റ്റ് അത് എന്തായിട്ടുണ്ടാവും
ഡെഡായി പോയിട്ടുണ്ട് ആ പ്രീമിയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിയിനകത്താണ് എടുത്തിട്ടുണ്ടായത്. ഓക്കെ, 75-200 സംതിങ് എന്താണ് പ്രീമിയം. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ അത്രയും ലെവൽസുകളാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലെവൽസ് ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അറിയാം. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെവി സപ്പോർട്ട് ഏരിയ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ആരാം വർക്ക് കൊടുത്ത ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് ഹാഫിൽ എൻട്രി എടുത്ത ഏരിയ ആണ്. ഇതൊരു കവറിങ് വന്ന് ട്രാപ്പ് ചെയ്ത ഏരിയ ആണ്. ഓക്കെ, കറക്റ്റ് ആ ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് സപ്പോർട്ട് എടുത്ത്. ജസ്റ്റ് സിയുടെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് മൂവ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റാണ് എസ് എൽ വരുന്നത്? ഏകദേശം ഒരു 10 പോയിന്റ് എസ് എല്ലാണ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ലെവലിൽ. ഓക്കെ, ഓൾമോസ്റ്റ് 125 പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ഞാൻ കൊടുത്ത് പറഞ്ഞ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞ ലെവൽസാണ് 1, 2. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലെവൽസും മാർക്കറ്റിൽ ഹെവി ആയിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ എസ് എൽ എന്ന് പറയുന്നത് എന്താണ് 4 പോയിന്റ് 5 പോയിന്റിലേക്കാണ്. ഓക്കെ, 5 പോയിന്റിലാണ് 150 പോയിന്റ് വരുന്നത്. 10 പോയിന്റിലാണ് ഇവിടുന്ന് ഏകദേശം 140 പോയിന്റ് റേഞ്ചിൽ മാർക്കറ്റിൽ മൂവ് സംഭവിക്കുന്നത്. ഓക്കെ, ആ സംഭവങ്ങളൊക്കെ നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. കുറേ ലെവൽസ് കൺഫ്യൂഷൻ ആണ്. ഇതൊക്കെ ഇന്നലത്തെ ലെവൽസുകളാണ്. ഓക്കെ, സ്റ്റിൽ ആ ലെവൽസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിൻ പോയിന്റിലാണ് ലെവൽസ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഓരോ ലെവൽസും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ട്രേഡും എടുത്ത ആളുകൾക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ വന്ന പുട്ടിലാണെങ്കിൽ ശരി നല്ല പ്രോഫിറ്റ് തന്നെ റൺ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാ ലെവൽസും ഇന്നലെ കൊടുത്ത ലെവൽസും പിന്നെ ബാക്കിയുള്ളത് വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ രാവിലെ കൊടുത്ത ലെവൽസുകളും ആണ്. അതിനുശേഷം ഗോൾഡിൽ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 99 ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നുണ്ട്. ഓക്കെ, 99ന്റെ എബോ നമുക്ക് ബൈ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റ് ഓപ്പൺ ആയി. കാരണം മാർക്കറ്റ് ഫസ്റ്റ് പോയത് ഏകദേശം 8:45 പോയത്. US ഓപ്പൺ ആയതിനു ശേഷം 99ന്റെ മേലെ പോയി നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. ഓക്കെ, ഏകദേശം 96 to 99 റേഞ്ചിലാണ് നമുക്ക് എന്ത് ചെയ്തത് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 69 പോയിന്റ്, ഏകദേശം 3 പോയിന്റ് 4 പോയിന്റ് ലെസ്സലാണ് നമ്മൾ എടുത്തത്. 69 പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ലെവൽസ് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ഗ്യാപ്പ് ഫസ്റ്റ് ഗ്യാപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സെല്ല് ആക്റ്റീവ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ലേ. കാരണം ഈ ഒരു പ്രൊഫൈൽ 18-ാം തീയതി പ്രൊഫൈൽ സെക്കൻഡ് ഗ്യാപ്പ് മാർക്കറ്റ് ബേസ് എന്തായത് ബ്രേക്ക് ചെയ്തു അതിന് റീടെസ്റ്റ് എടുത്ത് ഫാൾ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ആ ലെവൽസിന്റെ ഇമ്പോർട്ടന്റ്. കറക്റ്റ് ആ ലെവൽസിലാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് സെല്ല് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് സെല്ല് വന്നിരിക്കുന്നത് എന്താണ്, ഇന്ന് നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിലും മൾട്ടിബാങ്ക് ഗ്രൂപ്പിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 07 മുതൽ 17 വരെ ഹെവി സപ്പോർട്ടാണ്. SL 07 താഴെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഏകദേശം 12 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈവൻ ഒരു 5 പോയിന്റ് റിസ്ക് എടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ അവിടുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 29 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെ, കാരണം ഈ ലെവൽ എന്ന് പറയുന്നത് നമ്മളെ വോളിയം പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെക്കൻഡ് ഗ്യാപ്പാണ്, അതായത് ലൈവ് പ്രൊഫൈലിലുള്ള ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹെവി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇതിൽ നിന്ന് മാർക്കറ്റ് കളയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു 07 ഹെവി സപ്പോർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 08 വരെ വന്നിട്ടാണ് മാർക്കറ്റ് ഏകദേശം 18 വരെ പോയിട്ടുള്ളത്. ഈവൻ 1 പോയിന്റ് 2 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ പോലും 10 പോയിന്റ് ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ വോളിയം പ്രൊഫൈലിൽ ഓരോ ഗ്യാപ്പുകളും. മാർക്കറ്റ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെവി സെല്ലാണ് മാർക്കറ്റിൽ വരുന്നത്. സ്റ്റിൽ അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, ഇത് ചിലപ്പം ബ്രേക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു ട്രേഡർക്ക് 2 പോയിന്റ് 3 പോയിന്റ് റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് 10 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. കാരണം അത്രയും പവർഫുൾ ആയ ഗ്യാപ്പുകളാണ് നമ്മളെ വോളിയം പ്രൊഫൈലിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസുകൾ ഇമ്പോർട്ടന്റ് ലെവൽസുകളാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 96ന്റെ ബിലോ ആയിരിക്കും നെക്സ്റ്റ് ഒരു ഫാള് മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉള്ളത്. ഇത് ഇപ്പോൾ ഉള്ള റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ബൈയിങ് ഏരിയ ആണ് മാർക്കറ്റിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പം മാർക്കറ്റിൽ ഒരു സെല്ല് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എന്താണോ ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റ് വന്നാൽ മാത്രം, ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിന്റെ താഴെ വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ഫാള് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് വേണം ലെവൽസ് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം.
ഓക്കെ, ഈ ലെവല് ഹെവി സപ്പോർട്ട് റേഞ്ചാണ്. അപ്പോൾ ഇതിന്റെ താഴെ മാത്രമാണ് മാർക്കറ്റിൽ ഒരു ഹെവി ഫാള് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നിടത്തോളം മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇതെന്താണ് ഹെവി റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ലെവൽസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇത് ലൈവ് പ്രൊഫൈലിലുള്ള ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ അതും ഇതെന്താണ് ഹെവി ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു ഫാള് വരണമെങ്കിൽ ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സെൽ പൊസിഷൻസ് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൽ എല്ലാത്തിനകത്ത്, ഓക്കെ, ക്രിപ്റ്റോനകത്ത് എല്ലാത്തിനകത്ത് നമ്മൾ സെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. 1 മിനിറ്റിന്റെ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പോയിന്റ് 4 പോയിന്റിൽ റിസ്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ചെറിയ റിസ്ക് എടുത്ത് മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്ത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പഠിക്കാൻ താല്പര്യം മീൻസ് പഠിച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാം. കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോയിന്റ് അല്ല. നമ്മൾ ചെറിയ 10-15 പോയിന്റ് റിസ്ക് എടുത്തിട്ടാണ് 100, 200, 300 പോയിന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ബാക്കി നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആളുകൾ ഈ തരുന്നിരിക്കുന്ന ലെവൽസ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസ് നൈറ്റിൽ ഡാറ്റ വന്നതിന് ശേഷം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.